നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാണ് CPM സംസ്ഥാന സെക്രട്ടറി നിലവിൽ പ്രവർത്തകരോട് നൽകിയിരിക്കുന്നത്. ഇത്തവണ BJP ഉണ്ടാക്കിയ നേട്ടം അത് ഹൈന്ദവ വോട്ടുകളും അതോടൊപ്പം തന്നെ മറ്റ് സമുദായങ്ങളിൽ നിന്നും മതവിഭാഗങ്ങളിൽ നിന്നും കൃത്യമായ രീതിയിൽ വോട്ട് നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞുവെന്നുള്ള അതിൻ്റെ വിജയം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള വിശ്വാസികളായ സമൂഹം ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതായത് ക്ഷേത്രങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിൽ വരുത്താനായി ശ്രമിക്കുക, അവിടെ വിശ്വാസികളോട് ഒപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ നിലപാടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, അവർക്ക് ബോധ്യപ്പെടുത്തുക. അവിശ്വാസികളോട് ഒപ്പവും നിൽക്കുന്ന നിലപാട് CPM സ്വീകരിക്കും. ക്ഷേത്ര മത ആചാര വിശ്വാസങ്ങളിലൊക്കെ എന്നു മുതലാണ് വിശ്വാസം അർപ്പിച്ച് തുടങ്ങിയത് എന്നുള്ളതാണ് ഇവിടെ സംശയമായിട്ടുള്ളത്. ഇനിയിപ്പോൾ വിശ്വാസമില്ലെങ്കിൽ പോലും ക്ഷേത്ര അനുഷ്ഠാനങ്ങളിലും മറ്റുമൊക്കെ മുൻപന്തിയിൽ നിൽക്കേണ്ടത് CPMകാർ തന്നെയാണ്. വർഗീയവാദിക്ക് വിശ്വാസമില്ല എന്നതാണ് അജണ്ട. വിശ്വാസി വർഗീയവാദിയുമല്ല, വിശ്വാസത്തെ വർഗീയവാദി ഉപകരണമാക്കുന്നുവെന്നാണ് ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണം, RSS അല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. KSKTUയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് MV ഗോവിന്ദൻ പ്രവർത്തകരോട്, സഖാക്കളോട് ഈ ഉപദേശം നൽകിയിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ തങ്ങൾ നേരിട്ടു എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. തങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവർ കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നും വ്യക്തമായിരിക്കുന്നു. മലബാറിലെ മുസ്ലിം വോട്ട് ഏകീകരണം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതും തിരിച്ചറിയേണ്ടതാണ്. ഇനി SNDP വിഭാഗമാകട്ടെ നല്ലപോലെ വർഗീയവൽക്കരിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു. സത്വരാഷ്ട്രീയത്തെ മറയാക്കി വർഗീയമാക്കി ആളുകളെ ഒന്നിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇനി പിണറായിക്കെതിരെ ആകട്ടെ പ്രതിപക്ഷം അസംബന്ധമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിയെ രാഷ്ട്രീയമായി ഉന്നം വെച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് MV ഗോവിന്ദന്റെ താക്കീതും. ഒരു റിപ്പോർട്ടും പ്രതികൂലമായി ഇല്ലാത്ത സ്ഥിതിയിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രചാരവേലയാണെന്നും അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകർ തിരുത്തൽ വരുത്തേണ്ട മേഖലകളിൽ തിരുത്തൽ നടത്തണം, മുതലാളിത്ത ഇടപെടലൊക്കെ തിരിച്ചറിയണം, സ്വയം വിമർശനം നടത്തണമെന്നാണ് ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കുമെന്നും MV ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 20% നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അതുകൊണ്ട് തിരുത്തേണ്ടതാണ്. പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ഉറപ്പ് വരുത്തുമെന്നും MV ഗോവിന്ദൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം എന്തുകൊണ്ടെന്നാൽ ഹൈന്ദവ വോട്ട് ബാങ്ക് ഇനി ഒരു കാരണവശാലും വിള്ളൽ വരുത്താൻ പാടുള്ളതല്ല, അടുത്ത തവണ അത് നേടിയെടുക്കണമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. എന്നാൽ ഈ അടുത്ത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിച്ച ഒരു വിഷയം, അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ഒരു ആഘോഷത്തിൻ്റെ പേരിൽ ജീവനക്കാർ തന്നെ ബിരിയാണി വിളമ്പിയ വാർത്ത വിശ്വാസി സമൂഹത്തെ ഏറെ ഞെട്ടിച്ച ഒന്നായിരുന്നു. അതിനെതിരെ എന്ത് നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. കഴിഞ്ഞ ദിവസം ഇതേപറ്റിയുള്ള ചിത്രങ്ങളും മറ്റുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതിനോടൊക്കെ തന്നെ മുഖം തിരിക്കുന്ന നടപടി സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിനുള്ള എല്ലാ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും ഇനി CPM നൽകുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയമായിരുന്നു. ജൂലൈ 6-ാം തീയതിയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ചിക്കൻ ബിരിയാണി സൽക്കാരം നടന്നത്. ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലെ അടുക്കള എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് മാംസ വിഭവം വിളമ്പാൻ തയ്യാറെടുത്തത്. ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പുന്നത് ക്ഷേത്ര ആചാരങ്ങളുടെയും മതിലകം രേഖകളുടെയും ലംഘനമാണെന്നാണ് സംഘടനാ ഭാരവാഹികൾ പോലും തുറന്നു പറയുന്നത്. ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ്റെ മകന് ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷമാണ് ബിരിയാണിയിൽ എത്തിച്ചേർന്നത്. കടുത്ത ആചാരലംഘനം നടത്തുന്നതിനെ തുടർന്ന് മുഖ്യതന്ത്രി തരണല്ലൂർ NP ഗോവിന്ദൻ നമ്പൂരിപ്പാട് ഭരണസമിതിക്കും കവടിയാർ കൊട്ടാരത്തിനും രേഖാമൂലം പരാതിയും സമർപ്പിച്ചു. ക്ഷേത്ര പരിസരത്ത് മാംസഭോജന സർക്കാരം നടന്നത് ക്ഷേത്രാചാരത്തിന് വലിയ വിഘ്നമുണ്ടാക്കിയെന്നും ഇത്തരത്തിലുള്ള പ്രവണതകൾ കർശനമായി നിരോധിക്കണമെന്നുമാണ് തന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്ര മര്യാദകൾ അറിഞ്ഞുകൊണ്ട് അത് ലംഘിക്കുന്നത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഉത്തരവാദികൾ തലസ്ഥാനത്ത് തുടരാൻ ഒട്ടും തന്നെ അർഹതയില്ല എന്നാണ് ഏവരും പ്രതികരിച്ചിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള കർശന സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ തന്നെ പുറത്തു നിന്നുള്ള മാംസാഹാരങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ ദുരൂഹത ഉണർത്തുന്നതാണ്. പുറത്തുനിന്നും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ക്ഷേത്ര ഓഫീസിൽ കൊണ്ടുവന്ന് വിളമ്പിയത്, ഇതിന് നേതൃത്വം നൽകിയത് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറാണെന്നുള്ളതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം വിശ്വാസി സമൂഹം ഒന്നടങ്കം ഉയർത്തുകയാണ്. ഇതൊക്കെ തന്നെ എന്തിൻ്റെ പരിണത ഫലമാണെന്നുള്ള ചോദ്യവും ഏവരും
ചോദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.